പ്രതിരോധിച്ചിരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ പല കമ്മ്യൂണിറ്റിയും കാണുന്നുണ്ട്. നമ്മള് കുർമ കമ്മ്യൂണിറ്റിയെ കണ്ടു. അപ്പോൾ നിങ്ങൾ പണ്ട് മുതലേ ഇവിടെ ജനിച്ചു വളർന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലേ? അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയും എന്ത് കമ്മ്യൂണിറ്റിയാണെന്നും കമ്മ്യൂണിറ്റിയെ പറ്റിയും പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു പ്രതിരോധിച്ചതെന്നുള്ളതാണ് അറിയുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പറ്റി എത്ര വർഷമായിട്ട് ഞങ്ങള് ഏതാണ്ട് 3000-ഓളം വർഷമായി വയനാടൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുളത്തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു. അതുമായി ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കൃഷി സംരക്ഷണത്തിന്റെ ആവശ്യത്തിനായിട്ട് തോക്ക് തന്നിരുന്നു. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളെ നിയന്ത്രിതമായി വേട്ടയാടുന്നതിന് അനുമതി ഞങ്ങൾക്ക് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 72-ലെ ഈ ആക്ട് വരുന്നത് വരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൃഷിയിടത്തിനോട് ചേർന്ന് വനത്തിനെ അകത്തേക്ക് കയറിക്കൊണ്ട് ഒരു 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ അടിക്കാടുകൾ വെട്ടാനും വേനൽക്കാലത്ത് മറുതീയിടുക, അതായത് കാട്ടിലേക്ക് പകരാതെ താഴെ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് തീയിടാനും അതനുസരിച്ച് ഞങ്ങളുടെ കൃഷിസ്ഥലത്തിനടുത്ത് കാടുകൾ ഒഴിവാക്കുന്നതിനുള്ള അവകാശം കൂടി ഞങ്ങൾക്ക് തന്നിരുന്നു. അതുപ്രകാരം അതിൽ വരുന്ന ചെറുമൃഗങ്ങളൊക്കെ ഞങ്ങൾ ആൾക്കാർ വേട്ടയാടാൻ പോവുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പട്ടികളുണ്ടാവും. അപ്പം ഈ പട്ടികൾ ഇങ്ങനെ ഈ മിനിറ്റിന് മൂത്രമൊഴിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ആ വാസനയുള്ളത് കൊണ്ട് തന്നെ ഒരുവിധം പിന്നെ മൃഗങ്ങളൊന്നും ഇഷ്ടമൃഗങ്ങളൊന്നും തന്നെ കൃഷിയിടത്തിലേക്കോ വീടുകളിലേക്കോ വരലില്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് കന്നുകാലിയാണ്. ഈ കന്നുകാലികളെ ധാരാളമായി ഓരോ വീട്ടുകാർക്കും 100-200 കന്നുകാലികളുണ്ടായിരുന്നു. ഇതിനൊക്കെ വനത്തിനകത്ത് മേയിക്കുമ്പോൾ ഇതിനൊക്കെ കടുവ പിടിക്കൽ പതിവായിരുന്നു ആ കാലത്ത്. പക്ഷെ ഈ ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ ഒരാളുടെ കടുവ പിടിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് അന്നത്തെ ഞങ്ങളുടെ വില്ലേജ് ഓഫീസർ കച്ചേരി എന്നാ പറയാ, അദ്ദേഹത്തെ കണ്ട് അനുമതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാട്ടിലെ വള്ളികൾ കൊണ്ട് കയറുണ്ടാക്കി ഒരു വെളിച്ചപ്പാടിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിന്റെ ബലത്തിൽ ഞങ്ങൾ അങ്ങോട്ട് വല കെട്ടി ആ വലക്കകത്തേക്ക് നാട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ നരീന ആ വലക്കകത്തേക്ക് കുന്തം കൊണ്ട് മരത്തിന്റെ നീളമുള്ള വടി ഉണ്ടാവും, അതിന്റെ അകത്ത് ഇരുമ്പിന്റെ കുന്തം ഉണ്ടാവും. അത് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി കൊല്ലുകയും ഇത് ചാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോ അന്നത്തെ പുലി എന്ന് പറഞ്ഞ ചെറുതാണ്. അത് സാധാരണ കിടാക്കളെയും പട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. വലിയ മൃഗങ്ങളൊന്നും പിടിക്കില്ല. ഈ കടുവ എന്ന് പറഞ്ഞ നരി, ഞങ്ങൾ നരി എന്ന് പറയും. അതാണ് ഈ വന്യമൃഗത്തെ പിടിക്കുന്നത്. എന്നിട്ട് ഇത് കുത്തി ഇതിനെ കൊല്ലുകയുണ്ട്. അപ്പൊ ഈ വല എന്ന് പറഞ്ഞാല് ഒരാൾക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇവര് ശക്തി അന്നത്തെ ആൾക്കാർ പറയുന്നത് വെളിച്ചപ്പാടൊക്കെ കണ്ടത് ഇത് നരി ഇത് കാണുമ്പോ ആകാശത്തോളം പൊങ്ങി കാണുന്ന അത് ഉദ്ദേശിച്ചില്ല. അപ്പൊ അതിന് മേലെ ചാടുകയും അപ്പോഴേക്കും മൂപ്പന്മാരും ചെട്ടിമാരും പതിയന്മാരൊക്കെ ഉണ്ട് ആൾക്കാർ എല്ലാരും കൂടി പ്രവേശനം മറ്റു വലിയൊരുക്കൊന്നും ചെറിയ കുട്ടിയൊക്കൊന്നും ഉണ്ടാവില്ല. ഇത് ആക്രമിക്കണ്ടേ കുത്തി കൊന്നിട്ട് അങ്ങനെ പിന്നെ അല്ലാതെ വെടിവെച്ച് കൊല്ലാനും. ഇവിടെ ഈ ഓടപ്പള്ളത്തില് ഇപ്പൊ ഗ്യാസ് കയറ്റുന്ന ഒരാള് പിന്നെ കൃഷിയിടത്തുനിന്ന് വെടിവെച്ച് കൊന്നിട്ട് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആരെന്ന് എനിക്കറിയില്ല, ബത്തേരി പഞ്ചായത്താണ്. ആയ കാളവണ്ടിയുണ്ട്. മൂപ്പര് ബൈക്ക് ഓടിക്കുകയാണെങ്കിലും ബത്തേരി പോലെ ട്രൗസർ എടുത്തു, അതിട്ട് മൂരി കാളവണ്ടിയിൽ ഇതിനെ കയറ്റിയിട്ട് നഗര പ്രദർശനം അപ്പം പറഞ്ഞിട്ടുണ്ട്. അത് വർഷങ്ങൾ എന്റെ ഓർമ്മ എനിക്ക് തന്നെ നല്ല പറഞ്ഞു കേട്ടേ ഓർമ്മയുള്ളൂ. ഒരു 100 വർഷത്തിന്റെ പഴക്കം ഉണ്ടാവും എനിക്ക് തന്നെ. 50 പ്രായം ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടത് പറഞ്ഞു കേട്ടേ വർഷത്തിന്റെ മുന്നേയായിട്ട് ഇതൊക്കെ 80 വയസ്സുണ്ട്. അയാൾക്ക് ഡബിൾ ബാർ തോക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കുണ്ട് തോക്ക്, ഇദ്ദേഹത്തിനുണ്ട്, എടുത്തില്ല. വേണോ വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളെന്ന് പറഞ്ഞ ഭാര്യ എനിക്കിത് ഉപയോഗിച്ചില്ലെങ്കിൽ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാ കണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട് കഴിച്ചാൽ ഞാൻ ഇപ്പോഴും കൊടുക്കില്ല. എനിക്ക് എന്നെ കഴിക്കാൻ വന്നാൽ ഞാൻ കഴിക്കും. ഇതിൽ ഈ വല ഒരുക്കുമ്പോ ദിവസങ്ങൾ വരുന്ന പ്രോസസ്സാണ്. അത് ഈ നാട്ടിലെല്ലാവരും പിന്നെ അതൊരു ചടങ്ങാവുക. അത് ഈ സാധനം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരുന്നതിന്റെ ഇടയ്ക്ക് അടിക്കാട് വെട്ടി തുടങ്ങും. അടിക്കാട് വെട്ടാതെ ഇത് അടുപ്പില്ലല്ലോ. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കും. അപ്പോഴേക്കും 10-12 ദിവസം പിടിക്കും.
ഇത് അവിടെ തന്നെയാണ്. ഇത്രയും വലിയ വല എങ്ങനെ ഈ ഉണ്ടാക്കും? വല ഇങ്ങനെ മേടിച്ചുണ്ടാക്കുമല്ലേ, നാട്ടിലെ വള്ളി വന്നതിന്റെ കയറുണ്ടാക്കുക കൈ കൊണ്ട് മേടിക്കും. സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഈ സാധനം കാണുമോ? അല്ല, ഇല്ല. ഇവർക്ക് ഈ ഇതൊക്കെ ഒരു ധാരണയുണ്ട്. കാരണം ഒരു മൃഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ ചുറ്റുപാടത്ത് ഇത്ര അടുത്ത് പോവില്ല. ഇതിന്റെ ഭക്ഷണം എങ്ങനെന്നറിയാം? ഒരു മൃഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ എന്റെ ഒരുപാട് കന്നാലും ആദ്യത്തെ ദിവസം ഇത് ചിലപ്പോൾ ഇവിടെ കഴിക്കാം. ഒരൊറ്റ അടിക്കാണ് അത് തീർന്നു പോകും. ഡോക്ടർമാർ പറഞ്ഞ അറ്റാക്ക് എന്ന് പറയും, അറ്റാക്ക് വഴി പോകുന്ന അറിയാം. ഒരു അടിക്ക് അത് തീർന്നു ഇവിടെ കഴിക്കും. നമുക്ക് മുകളിൽ കാണില്ല, ആ ചോര അങ്ങ് വലിച്ചു. അത് വയറ് എന്നിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഊരഭാവം പൊളിച്ചിട്ട് തുളച്ചിട്ട് അതിന്റെ ഉള്ളിലെ ലിവർ ഉണ്ടല്ല അത് ലേശത്തിന്റെ ബാക്കി കുടലിൽ നിറച്ചിടും. പിന്നെ 2 ദിവസം ചിലപ്പോൾ വരില്ല. പിന്നെ എന്താ അറിയാം, അതിന്റെ ചുറ്റുവട്ടത്തിൽ പറ്റി ഇങ്ങനെ പതിയിരിക്കും. വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇത് പുഴുക്കും. ചീഞ്ഞ് പുഴുത്തിട്ട് പുഴു ഇങ്ങനെ ഒഴുകിക്കൊണ്ടിട്ട് തിന്നു. ഈ എല്ല് പിന്നെ അവസാനം കൊമ്പ് മാത്രം ഒഴിവാക്കും. വലുതിന്റെ അടിയിൽ ബാക്കി അപ്പൊ അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു പശുവിനെ പിടിക്കുകയാണെങ്കിൽ ആ ദിവസം കൂട് വെച്ചാൽ ഇവനെ പിടിക്കാം. താമസം കഴിയുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കുറയും. 2 ദിവസം ഇവിടെ ഉണ്ടാവും. എല്ല് നിറച്ചു വിടുന്ന ഒരു ഭാഗമുണ്ട്. കടിച്ചു പറിക്കാൻ സൗകര്യത്തിന് വേണ്ടിയായിരിക്കും അതാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല സാറേ, ഈ നമ്മള് പിന്നെ ഇവിടുത്തെ കാലത്ത് നമ്മള് ഒരുപാട് കാലത്ത് ഇവര് കൃഷിപ്പണിയിലുണ്ടായിരുന്നത് പറഞ്ഞ കേട്ടറിയില്ല. ആ സമയത്തൊക്കെ ഈ ഏതോ ബ്രിട്ടന്റെ പ്രഭുകുമാരിയെ അവര് യാത്ര ചെയ്യുമ്പോ ക്ഷുദ്രജീവികൾ ആക്രമിച്ചു. അതുകൊണ്ട് ഈ നമ്മളിന്ന് കടുവ എന്ന് പറയുന്നത് ഞങ്ങൾ നെരി എന്ന് പറയുന്നു. ആ സാധനത്തിന് അതുപോലെ അതിന്റെ മേലുള്ള റേഞ്ചുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല. അതാണ് അതുവരെയുള്ള സിംഹമൊന്നും ഇവിടെ പറഞ്ഞു കേട്ടില്ല. അങ്ങനെ ഈ നെരിയെ നമ്മൾ വെടിവെച്ച് കഴിഞ്ഞ് വില്ലേജ് ഓഫീസർ അറിയിച്ചാൽ അദ്ദേഹം വന്നിട്ട് ഈ തുശിനാവും വാലിന്റെ തലയും മുറിച്ച് കത്തിക്കും. കത്തിച്ചു കഴിഞ്ഞ് നമുക്ക് റിവാർഡും തരും. നമുക്ക് ഇങ്ങോട്ട് റിവാർഡ് തരും. അതൊരു ചെറിയ പൈസയാണ്. അന്ന് 1 രൂപ ഉണ്ടെങ്കിൽ തന്നെ വലിയ പൈസയല്ല. അപ്പൊ അങ്ങനെ ഒരു ചെറിയ റിവാർഡ് ദുഷ്ടമൃഗങ്ങളെ നിഗ്രഹിക്കുന്നതിന് ഈ നാട്ടില് പലർക്കും കിട്ടി. ഇത് വന്യമൃഗങ്ങൾ ഈ ആക്രമണത്തെ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പോഴും ആ ഓർഡറിന്റെ ലൈസൻസ് പറഞ്ഞിരിക്കാൻ തന്നെയാണ്. ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റൂൾ തന്നെ ഇപ്പോഴും ഉള്ളത് അല്ലേ? അല്ല പിന്നെ ബോംബിൽ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ചോദിക്കട്ടെ, അത് നരിയെ സംബന്ധിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതോ ആനയിലാണെങ്കിൽ കൃഷിയിടത്ത് വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ പട്ടയത്തിലാണെങ്കിൽ 2 കൊമ്പുണ്ട്, ഒരു കൊമ്പ് കൃഷിക്കാരനാണ്. അങ്ങനെ ഇത് എത്ര വർഷം മുമ്പാ? ഇത് ഒരു ബോംബ് ചട്ടി എത്ര അടിച്ചു? 60-70 കാലഘട്ടം. ഞാനൊക്കെ ഒരു 8-9 പഠിക്കുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് തത്തൂരിലുള്ള ആളാ എപ്പോഴും ആടിന് വന്നവരാണ് ഓരോ കുറവായിരുന്നു. ഇതുപോലില്ല കുറവ്. അത് ചിലപ്പോ ഒരു കൃഷിയില് 2 തവണ വന്നിരുന്നു. പിന്നെ അത് എന്ത് ചെയ്യുന്നില്ല, അത് ഓരോരുത്തരും അത് വന്നാൽ തരിയിട്ടിട്ട് ഒന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ ഈ ബാച്ചപ്പിന്റെ അവിടെ വേദനയാണ് മുഖ്യം. പിന്നെ അക്കാലത്ത് ഈ വയലിലൊക്കെ ഇപ്പൊ ഒരു 10 വർഷം മുന്നേ നമ്മൾ നെൽകൃഷി ആയാലും ഇതിനെ മുഴുവൻ അടുത്തടുത്തടുത്ത് നമ്മൾ കാവൽമാടം നിൽക്കുക. കാവൽമാടത്തെല്ലാം നമ്മൾ കാവൽക്കാരുണ്ട്. പിന്നെ മരം അടുത്താ കിട്ടിയെങ്കിലും മരത്തിന്റെ മുകളിലായിരുന്നു. അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു ഈ നാട്ടില്. പിന്നെ വന്ന ദുഷ്ടമൃഗങ്ങൾ കുറച്ച് ശക്തമായി നമ്മളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ നടുവ് വയലിലൊന്നും നിൽക്കാൻ പറ്റാതെ കാട്ടിൽ ഒരു ഗേറ്റും ഇല്ല. അതുകൊണ്ടാണോ നമുക്ക് ഇപ്പൊ ഏർമാടം പേടിച്ചിട്ടാണ്. ഇപ്പോഴത്തെ ആനയൊക്കെ ഇത്തിരി മോശം. പിന്നല്ല അവർക്ക് സമ്മതമില്ല കാട്ടിൽ കയറാൻ വേണ്ട. ഇപ്പൊ വന്നാൽ കാണിച്ചു തരാം. ഈ തിണ്ടിക്ക പോലുള്ള അവര് നെഞ്ഞാൻ വന്നിട്ട് നല്ല കാറ്റും മഴയും ഒന്നും അറിയില്ല. അങ്ങനെ പോയെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടാണ്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി അതിന്റെ പിന്നിലും സംഭവിച്ചു. നമുക്ക് കുറച്ച് സാഹചര്യങ്ങളൊക്കെ വന്നു. നമ്മൾ ഓടിട്ട വീടാക്കി, വാർപ്പിട്ട വീടാക്കി നമ്മൾ ഇതിന്റെ ഉള്ളിൽ താമസിക്കാൻ തുടങ്ങി. ഇതിൽ ഒരു വിവരം അറിയില്ല. രാത്രി മഴയും കൂടി പോയതാൽ നമ്മൾ ഒരു കാര്യമില്ല. അന്നൊക്കെ നമുക്ക് ബാറ്ററി ടോർച്ച് ഉണ്ടായിരുന്നു സാറേ. ചാർജ് ചെയ്യുന്ന സംവിധാനമൊന്നുമില്ല, വലിയ വെളിച്ചമൊന്നുമില്ല. എന്നാൽ പോലും ഒരു കൈയടിച്ച് ഒച്ചയിട്ടാൽ പോലും ആന മാറിപ്പോകും. നമ്മളെ കൊണ്ട് അത്ര പേടിയുണ്ടായിരുന്നു. വളരെ റയറായിട്ട് ഇവിടുന്ന് ചെതലയത്തേക്ക് ഞങ്ങൾ ഈസിയായി നടന്നു.
രാത്രി അത് ഈ കർണാടകന്റെ ഒക്കെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ഈ വേല എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ വേലയ്ക്ക് പോയിട്ട് ഉത്സവത്തിന്റെ എന്നൊക്കെ ഞങ്ങൾ ചുമ്മാ ടോർച്ച് കൊണ്ട് നടന്നു. ഒരു പ്രശ്നമില്ല. ഞങ്ങളിപ്പോ കാട്ടിൽ കയറുന്ന പ്രശ്നമില്ല. കാട്ടിൽ കയറാനാവില്ല നമുക്ക്. ഭയാണ്, ഭയങ്കര തിക്കായി. ഈ പാടത്ത് ഞങ്ങൾ പറയും പള്ളി എന്ന് പറയും, മാടം കെട്ടു. മാടം കെട്ടിയും കഴിയുന്നതും എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ എന്തറിയോ, ഞങ്ങൾക്ക് ഈ മുളവുണ്ട്, വളർത്തിട്ട് അതില് വെക്കും. ഒത്തിരി നീളത്തിന് മുളക് കമ്പ്, 2 കമ്പും വെച്ചിട്ട് അത് മുളക് വളർത്തിട്ട് വെക്കും. അതിൽ അടിക്കുമ്പോൾ ചെണ്ടെന്ന് വെച്ചെടുക്കാം. അത് ആന വരുമ്പോൾ അതിൽ പന്നി വന്നാൽ അടിക്കും. ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാരും പറയും ഭാഗത്താണെങ്കിൽ കൃഷി ഒറ്റിടും. ഒറ്റിടുമ്പോ അവിടെ കുറച്ച് അടുത്തുള്ളവരൊക്കെ വരും, ഒക്കെ കൂടി അവൻ പറഞ്ഞു കൂട്ടി. മറ്റു പരിപാടികളില്ലേ? ചിലപ്പോ ആ ടൈമിൽ പോകുന്നു. ഏർമാടത്ത് ഞാൻ ഈ ലാസ്റ്റ് കിടന്നോണ്ടിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോ എന്റെ ഏർമാടം ചെരിഞ്ഞിരിക്കില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ കുറച്ച് നെല്ലുള്ളതിന്റെ അയച്ചു കൂടി പോയി. ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ പിറ്റേ ദിവസം നമ്മുടെ ഒരു കുടുംബക്കാരനാണ് അജിത്തിരാമെന്ന് പറഞ്ഞാൽ അതിൽ വന്ന് കണ്ട് പറയാ, അച്ഛാ നിങ്ങൾ കിടക്കണ്ട, നിങ്ങൾക്ക് ഞാനില്ലേ, എത്ര ഒരാളുടെ നിങ്ങൾ 5-6 ആൾ പേര് കൃഷിയില്ലേ, ഒരാൾ കൃഷി നശിച്ചിട്ടുണ്ടെങ്കിൽ 5 ആളുടെ പേരിലുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥ നഷ്ടം കിട്ടുള്ളൂ. അപ്പൊ ആ മകൻ പറഞ്ഞു, അതെങ്ങനെ സാറേ ബീച്ച് ഫോറസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ലേ, ഞാനല്ല പറഞ്ഞാണ്. അപ്പൊ അത് പറഞ്ഞ് കാവല് നിൽക്കണ്ട ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞില്ല, അറിഞ്ഞാൽ എന്ത് നിങ്ങൾ ഒത്തിരി ഞാനങ്ങനെ കൊണ്ടു. അപ്പൊ നിങ്ങൾ ഏത് കാവൽ പിന്നെ വീട്ടുകാരെ ഞാനന്ന് ചോക്കിട്ട് പോയില്ലേ, എങ്കിലും ഉള്ളിൽ കയറിയിട്ടാണ് മക്കളുടെ വളരെ കൂടുതലായി ഇപ്പൊ വെച്ച് പെരുകി. ഈ ആന, പന്നി, എല്ലാ മൃഗങ്ങളും കണ്ട ഒരടിക്ക് കുരങ്ങ് കഴിഞ്ഞൊന്നും കുറഞ്ഞു. നമുക്ക് പന്നീനാട്ടാനൊക്കെ ഒരു വേറെ സംവിധാനം ഉണ്ടായിരുന്നു. ഈ മുളയുടെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വെള്ളം പോവുചാലിലൂടെ വീഴ്ത്തും. മുള തന്നെയാണ് നമുക്ക് കുമ്പെന്ന് പറയുന്നത്. അത് വെള്ളം ഇങ്ങനെ ചാടിച്ച് നിറയുമ്പോ ഓപ്പോസിറ്റുള്ള കല്ലിലേക്ക് പോയിട്ട് ഇതിങ്ങനെ അടിക്കും. അതൊരു ഒച്ച ഉണ്ടാവും. മുളകട്ടെ അങ്ങനെ എന്തോ പറയുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക്. അതും രാത്രി ഫലവത്താ. ഈ സൗണ്ടൊക്കെ ഫലവത്തായത് എന്തുകൊണ്ടാണെന്നറിയാം. എന്നിട്ടും ആന വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് അവനറിയാം ഈ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വാണിംഗ് ആണ്. സൗണ്ടിൽ നിന്നില്ലെങ്കിൽ അടി കിട്ടുന്ന അവനറിയാം. അതിനൊക്കെ തന്നെയല്ലേ കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പൊ തിരക്കിട്ടുണ്ടോ? തമിഴ്നാട്ടിലും കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് കലക്ടറെ പെർമിറ്റ് വാങ്ങിക്കുന്നതാണ്. കലക്ടർ വരുന്നറിയാം, എനിക്ക് 200 തര വാങ്ങാനുള്ള പെർമിറ്റ് തരും. ഇവർ തരില്ല. ഇവർ ചോദിച്ചു പറഞ്ഞ് 500 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ കലക്ടർ ഇന്ന സത്യം. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടായി സാറേ, അങ്ങനെ നാണ്യവിളകൾ ഞങ്ങൾക്ക് കൃഷിയില്ല, വൈറ്റ് കൃഷി മാത്രമല്ല. പിന്നെ കുറച്ച് വാഴയാ വീടിന്റെ അടുത്തുണ്ടാവും, കുരുമുളകില്ല, പിന്നെ കാപ്പിയൊക്കെ ഈ കുടിക്കാൻ പാടില്ല. കുറച്ച് അറബി കാപ്പി മേലേക്ക് പോകുന്ന നല്ല പരിപ്പ് വരുമ്പോഴുള്ള ആ കാപ്പിയാണ് നമുക്കുള്ളൂ കുടിക്കാൻ. അത് കുടിക്കാൻ വേണ്ടിയുള്ളൂ, വിൽപ്പനയില്ല. അങ്ങനെ ഈ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ, ഈ സാധനം ഒരു കാലത്ത് ഇവർ പറഞ്ഞു കേട്ട അറിവ് വെച്ച് നമ്മളൊക്കെ ഉണ്ടാകുന്ന പിന്നെ നമ്മളിവിടുന്ന് ഈ പശുക്ക് ഇഷ്ടപ്പെടുണ്ടല്ലോ, ഇത് നല്ല കട്ടിയുള്ള തൈരുണ്ടാവും, നല്ല നെയ്യുണ്ടാവും. ഈ നെയ്യ് കൊണ്ട് കൊടുത്തേച്ച് നമ്മള് വെളിച്ചെണ്ണ അങ്ങാടി ഇങ്ങോട്ട് പോകും. ആഴ്ചക്ക് ഒരു പോക്കേ പോകുള്ളൂ കേട്ടോ. തിങ്കളാഴ്ച മാത്രമാണ് ഇല്ല കർണാടക, തിങ്കളാഴ്ച മാത്രമേ സംഖ്യൊന്നുമില്ല സാറേ, സംഖ്യൊന്നുമില്ല. വലിയ തോർത്തം കൊണ്ട് വാങ്ങി കെട്ടിയിട്ട് ഇവിടുത്തെ കാരണന്മാര് രാവിലെ പിന്നെ കർണാടകയുമായി നമുക്ക് ചെറിയ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. കർണാടകയിൽ ഈ മൂരിന്റെ പുറത്ത് ഇങ്ങനെ ഇടുന്ന ഒരു സഞ്ചി മാറാപ്പ് കെട്ടാന്ന് പറയും. ആ സാധനത്ത് അവര് കാക്കി തുണി അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു, കോറ തുണികൾ, പുന്നാടൻ ഷർട്ട് എന്നൊക്കെ പറയും. അത് അവിടെ നിന്ന് വരുമ്പോ കുറച്ച് മുത്താറി, ചാമ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുന്ന് അതൊക്കെ എല്ലാം ഇവിടെ എല്ലാം കൊടുത്തിട്ട് ഇതൊക്കെ ബാറ്ററി സിസ്റ്റം ഒക്കെ ആയിരിക്കും. ആദ്യത്തെ കളന്ന് ആദ്യത്തെ അങ്ങനെ ഇവിടെ തിരിച്ചു പോകുമ്പോ നമ്മൾ ഈ പടുകായി ഉണ്ട് ഇവിടെ വാഴപ്പള്ളിയിൽ പടുകായി ചീപ്പാക്കിയിട്ട്
തിരിച്ച് അങ്ങോട്ടും കൊണ്ടുപോകും. അന്ന് കർണാടകയില് ജീപ്പ് മടൽ മടലാക്കി കർണാടകയില് വാഴ കൃഷി കുറവായിരുന്നു. നമ്മളെ പഴമാണ് അവർ ആശ്രയിച്ചിരുന്നത്. ഇപ്പൊ അവന്റെ പണി കാത്തിരിക്കുക. നമ്മളിപ്പോ ഒരു രക്ഷയില്ല. അവിടെ വാഴയൊക്കെ വെട്ടിയിട്ട് ചുമ്മാ ഇരിക്കുക. കടല ചീപ്പടത്ത് വന്നു. ഇപ്പൊ ഇവിടെ വാഴ ഇതൊക്കെ നമ്മളൊക്കെ തിന്നാൻ കിട്ടില്ല. ഇപ്പഴേ ഇപ്പൊ കൃഷി എന്തോരം നടക്കുന്നുണ്ട്. ഇവിടെ വിട്ടിട്ടില്ല. വടക്കനാട് വടക്കനാടില് ഞങ്ങളെ ചെട്ടിമാര് മാത്രം ഇവിടെ ആരും കൃഷി ചെയ്യുന്നില്ല. ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളാരും വിട്ടിട്ടില്ല. അതായത് വിടാൻ വിചാരിക്കും. ഒരാള് പൊട്ടി ചെളിയാക്കുമ്പോ നമുക്ക് അറിയാതെ ഞങ്ങൾ പോകും. അതെന്നറിയാം, ഇവിടെ എല്ലാരും വളരെ കൃഷി ചെയ്യുന്ന അത് ഞങ്ങളിൽ ഒരു സിസ്റ്റം ഉണ്ട്. ഞങ്ങളില് കൃഷി ചെയ്തില്ലെങ്കില്, ഈ വയൽ കൃഷി ചെയ്തില്ലെങ്കില് അത് ഭയങ്കര മടിയനാണ്. ഒരു കിംബദന്തി അവർ തമ്മിൽ പറഞ്ഞാലേ കല്യാണ വീട്ടില് നമ്മളെ ഒരു മോശക്കാരനാക്കിയത്. അതുകൊണ്ട് നഷ്ടം വന്നാലും ഞങ്ങൾ വിടുകയില്ല. നെൽകൃഷി പിന്നെ കുറച്ചാൾ ഒഴിവായെന്നറിയോ, 1200 1300 കൂലിക്കാരാ. അവർക്ക് ഇത് കൃഷി ചെയ്യുന്നതിനേക്കാൾ ലാഭം അരി വാങ്ങണം. അപ്പൊ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ള ദൂരം പോയി ഒരു പാടം മുഴുവൻ മൊത്തം വരവിക്കുക. അത് കിളച്ച് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. ഇത് കൃഷി എടുത്തിട്ട് ഒരു ഇത് ഇവിടെ എല്ലാവരും വയൽച്ചുള്ളി എന്ന് പറഞ്ഞ സാധനം കയറും. ഈ വയൽച്ചുള്ളി കയറി കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ വർഷം അത് മണ്ണാക്കൽ പാടാം. ഈ വരമ്പ് നശിച്ചു. അതുകൊണ്ട് നമ്മള് എല്ലാ വർഷവും കൃഷി ചെയ്യണം. കുറച്ച് നഷ്ടങ്ങൾ സഹിച്ചു കുറച്ച് പന്നികൾ കൊണ്ടുപോയാലും ഞങ്ങൾ അതിന് രാത്രി ഇറങ്ങി നടന്നിട്ടോ ഫെൻസിങ് ഇട്ടിട്ടോ. പിന്നെ ഒരു കാലത്ത് അതിപ്പോ നിങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയില്ല, ചെറിയ പടക്കം ഉണ്ടായിരുന്നു. ഒരു ചെറിയ പടക്കം. ആ പടക്കം ഇങ്ങനെ കമ്പിയിൽ കെട്ടിയിട്ട് കൊളുത്തി വെച്ചിട്ട് കല്ല് കെട്ടിക്കും. ഈ സാധനം വന്ന് വരഞ്ഞാല് ഒരു ഏകദേശം ഒരു 20 മീറ്റർ ഒരു ഭാഗത്തേക്കും ഒരു 20 മീറ്റർ ഇങ്ങോട്ടേക്കും കൂടിയിട്ട് 2 കമ്പാണ് ഇങ്ങനെ കൊളുത്തി വെക്കണം. ഇത് നീങ്ങുന്ന മുറിക്ക് ഇത് താഴെ വീഴും. താഴെ ഒരു കല്ലുണ്ടാകും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ആ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് ഞങ്ങള് പോയിട്ട് അത് രാത്രി മാറ്റി വെക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഈ ഇടക്കാലത്ത് 5 വർഷമായി ഞങ്ങള് പരിപാടി. ഈ ആനയാണെങ്കിൽ അറിയില്ല. ആനയാണെങ്കിൽ പന്നിക്ക് മാനിനൊക്കെ അറിയുള്ളത്. അത് അന്ന് ചിലപ്പോ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ കിടക്കും. അത് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഞാൻ ടാക്സി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് പറയാ, പകലുകൾ ഇടൂല. അപ്പൊ കാപ്പി തോട്ടത്തിൽ വന്ന് മാനുന്നു. എന്നിട്ട് രാത്രി ആകുമ്പോ കാണാൻ കാന്താരി പോലെ കാട്ടില് മാനെന്ന് പറഞ്ഞ സാധനമില്ല. നമ്മളെ പറഞ്ഞു. അതായത് ഈ കടുവ പോലത്തെ സാധനത്തിന് പേരിച്ച് ഈ ചെന്നൈ നമ്മളെ അടുത്ത് മനുഷ്യനായിട്ട് ഭയങ്കര അടുപ്പാ. വയലിലെ കിടന്നു കൂടെ ഒരു സാധനം വെച്ചേക്കില്ല. ഒരു സാധനം കിളർത്ത് വരാൻ അത് സമ്മതിക്കില്ല. തീരെ നിർത്തിയില്ലെങ്കിൽ കൊമ്പിട്ടിട്ട് ഉരുളിയിട്ടെങ്കിലും നമ്മളെ കാപ്പിയൊക്കെ അടിച്ചു കൊടുക്കണം. ഈ കൊമ്പന്മാർക്കൊക്കെ ചൊറിച്ചിലുണ്ടാവും. അവരത് അങ്ങനെ ഇടിച്ചടിച്ച് കാപ്പിക്കുരുവും മറ്റൊക്കെ ഇടിച്ചടിച്ച ബാക്കിയുണ്ടോ. കാപ്പി ഒക്കെ ആനകളൊന്നും ഇപ്പൊ കാട്ടില് കുറവാണ്. ഒക്കെ വൈകുന്നേരം 7 മണിയായി കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ മാങ്ങയുണ്ട്, ചക്കയുണ്ട്. പക്ഷെ പണ്ട് ഈ മാങ്ങയും ചക്കൊക്കെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അന്ന് ചക്കയും മാങ്ങ. പിന്നെ ഒരു സാറേ ഒന്ന് പറയാന്, പണ്ട് ഈ ആന പിടിക്കാൻ ഇഷ്ടംമാരുണ്ട്. അവര് ഈ വലിയ കൊമ്പുള്ള ആനയെ തിരഞ്ഞ് വണ്ടി കൊണ്ട് വാട്ടിക്കൊണ്ടുപോയിട്ട് ഞാനിത് ഈ വേറെ ഒരു ദിവസം ടൂറിസ്റ്റ് എന്റെ ആവശ്യത്തിന് പോയപ്പോ 2 ചെട്ടി കൊണ്ട് പറഞ്ഞു, ഈ സാധനം എന്താന്ന് ചോദിച്ചു ഒരു റൈറ്റില്. ഞാൻ നോക്കുമ്പോ ഇത്രയും ചട്ട പൂക്കൊക്കെ കൂടി ഒരു ഇത്രയും പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച ആന പിടിക്കുന്ന നോക്കണം, പ്രത്യേകിച്ച് കൂടിയാണ്. അവർ 2 ആള് വേണം കൊണ്ടുവരുന്നത്. മരത്തിൽ ചായ കുടിച്ചിട്ട് അതെന്താ ചെയ്യുന്നറിയോ, പൊട്ടാസും മനോഹരം സാധനം ഉണ്ട്. ഈ ടകറിക്ക് വെച്ച് വലിച്ചു വെച്ചിട്ട് അതിലിങ്ങനെ വെച്ച് ഒരാളിങ്ങനെ നോക്കി തീ കൊടുത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ പോലീസുകാർ 2 അറിയാം. ഇത് ഒരു ഇരുമ്പിന് തറക്കാലെന്ന് പറയുന്നത് ഇത്ര നീളുള്ള കമ്പി അടിച്ചു കയറുന്ന കൊഴി നല്ല മണ്ണുള്ളതാണ്. അത് ഇവിടുന്ന് പിടി പൊട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം കറങ്ങുന്നത് ഇങ്ങനെയുള്ളല്ലേ ഇങ്ങനെ തലമണ്ടകം അങ്ങനെയൊക്കെ ആയി ആനകൾ കൊമ്പുള്ള ആനകൾ. അപ്പൊ ആ ഒച്ചയും വെളിയില്ല. അപ്പൊ ആനയൊന്നും ഒരു അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. ചിക്കാർ തന്നെ ഇതിന് മാർഗം. ഈ കൃഷിയിൽ വരുന്ന മൃഗത്തിന് കൊല്ലാനുള്ള നിയമമില്ലാതെ ഒരിക്കലും ഇത് ശാശ്വതമല്ല. ഒരിക്കലും ഈ എന്ത് വേലി കെട്ടിയാലും ഇത് കിടക്കും. ഇപ്പൊ ഇവിടുന്ന് ഇവിടെ ഈ 3-ാം മൈൽ ഫോറസ്റ്റിൽ കാണാം. ഒരു ജോർജിന്റെ ഒരു കൂട്ടം അവിടെ ഒരു പെണ്ണിന് ആന വന്നിട്ട് അവര് ഒച്ചപ്പാട് പാടായി ഒരു ഇത്ര കിലോമീറ്റർ
വെട്ടി ഈ കാലം വരെ ഈ പ്രാവശ്യം ആന അത് വേറൊരു അബദ്ധം കൂടി. അത് ഞാൻ ഇന്നത്തെ മീറ്റിംഗ് പോയപ്പോ പറഞ്ഞു. ഈ ആന അപ്പുറത്ത് നിൽക്കുമ്പോ അതൊക്കെ തേക്കും കൂപ്പ. ആന അതിനെക്കാട്ടി ഉഷാറുള്ള കൃഷിഭൂമി അപ്പുറത്ത് കാണുന്നത്. ആനയ്ക്ക് തയ്ക്കല്ല, ആനയെന്നല്ല ഒരു സ്ഥാനത്തിന് തയ്ക്കണം. അപ്പൊ അത് പൊക്കി കെട്ടിയിട്ട് ഒരു കോൺക്രീറ്റ് ബെൽറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതവിടെ നിൽക്കും. ഇതൊക്കെ പറഞ്ഞാൽ എല്ലാ എസ് മൂടുന്നല്ലാതെ ചെയ്യുന്നത് അവർക്ക് തോന്നിയേ ചെയ്യും. പിന്നെ ഒന്നാമത്തെ എന്താ അറിയോ, ഇപ്പൊ വനത്തിൽ പറഞ്ഞാൽ ഈ മതിൽ ആന കാണുന്നുണ്ടോ? ആര് പിടിച്ചെടുക്കുന്നില്ല. അടുത്ത് വന്ന കുട്ടിയെ അത് ഫോറസ്റ്റിലെ ഒരു കാലത്ത് മുളയും അക്കരെയൊക്കെ നല്ല മുളം തൊട്ടായിരുന്നു വനമായിരുന്നു. ഇത്ര വർഷമാകുമ്പോ 30 വർഷം കൂടുമ്പോ മുള അരിവായിട്ട് ഈ തേക്ക് ഒരു വലിയ തേക്ക് ഗ്രാൻഡീസ് ഒക്കെ വലിയ അപകടകാരിയാണ്. ഒരു ചെടി നന്നാവില്ല. അതിനൊക്കെ തേക്ക് കാണുന്നു. നേരെയുള്ള തേക്കിനെ ഒറ്റ പൊട്ടിക്കൽ. 2-3 മഴ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ, ഈ തേക്കിന്റെ തോല് കട്ടിയുള്ള സാധനം അതിന് കൊമ്പ് കൊണ്ട് കെടുത്തിട്ട് മെല്ലെ മെല്ലെ വലിച്ചെടുത്തിട്ട് ഈ തേക്ക് വല്ലാതെ ഭക്ഷണം വേണമല്ലോ. അത് പണ്ടൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കായലിനെ ആന ഓടിക്കും. കുറച്ച് തിന്നോണ്ടിരിക്കുമ്പോ മുളേനെ അപ്പൊ ആ മുള തിന്നോണ്ടിരിക്കുമ്പോ കാട്ടി പോയിട്ട് ഇങ്ങനെ കൊമ്പ് കൊണ്ട് കുലുക്കും. അപ്പൊ ഇയാൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ കാട്ടിപ്പോത്തിന് ഇത് ഒടിച്ചിട്ട് തിന്നാണ്. അങ്ങനെ പരസ്പര പൂരവുമായി ജീവിച്ചിരുന്നു. ഇനി മാനാണെങ്കിലും പുള്ളിമാനും ഇവരെ കൂടെ ഉണ്ടാവും, അവരും ഇലയാ തിന്നെ. അങ്ങനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് ഈ തേക്കിന്റെയും അതിന്റെയും വരവോട് കൂടി ഇതൊന്നും തീറ്റയില്ലാതെ സ്വാഭാവികമായി നല്ല വനം ഉണ്ടായിരുന്നു. നശിപ്പിച്ചത് ഗവൺമെന്റ് തന്നെയാണ്. ഈ നാട് ഇവരൊരു ഈ തേക്കും കാറ്റാടിയും ഒന്നും കാട്ടിൽ വെക്കാൻ പറ്റിയ സാധനമാണ്. വളരെ സക്സസ് ആണ്. പ്രകൃതിക്ക് വളരെ അത്യാവശ്യം. നല്ല തണുപ്പും ജലാംശം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലുള്ള പ്രശ്നം എന്താ, ഒരു മുളതയും കിളിർക്കില്ല, അത്രയുണ്ട് സാധനമായി പോയില്ലേ. പിന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ ഫോറസ്റ്റ് വകുപ്പില് കാട് വെട്ടി തൈ നടല്ല, പേരക്ക ഓറഞ്ച് ഇതൊക്കെ നട്ടുവരുന്നത്. ആ തട്ടപ്പ തന്നെ വെറുതെ നടന്നല്ലേ അതുകൊണ്ട് അല്ല തൈ നടുന്നത് ഒരു മെച്ചാണ്. കാരണം ഈ റോഡിന്റെ സൈഡിൽ കൂടെ 50 മീറ്റർ നേരത്തെ പറഞ്ഞില്ലേ, ഈ 50 മീറ്റർ ഒഴിവായി കിടക്കുന്നതിന് പകരം അവര് വനം പിടിപ്പിക്കുക. അതൊന്നും പിടിക്കില്ല. അതെ സദ്യ പിന്നെയും നമുക്കുണ്ടാക്കാം. കുളം വീടിന്റെ അടുത്ത് സ്ഥലത്തിനടുത്ത് കുളം കുഴിച്ചിട്ട് നമുക്ക് ഇല്ല, വീടിന്റെ അടുത്ത് കുളം കുഴിച്ചാൽ കഷ്ടം. കാരണം നമുക്ക് അനുഭവം ഉണ്ട്. വീടിന്റെ അടുത്ത് തൊട്ടടുത്ത് കുളം കുഴിച്ചു കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾ മുഴുവൻ അവിടെ വരും. കാട്ടിൽ തന്നെ നല്ല സ്ഥലങ്ങളുണ്ട്, ഉൾക്കാട്ടിലുണ്ട്. അതൊന്നും സംരക്ഷിക്കാനല്ല. ഈ നാട്ടുമ്പത്തിന്റെ അടുത്തായിട്ട് കൊല്ലി കൃഷി ചെയ്യുന്നതിന്റെ അടുത്താണ് കുളം കുഴിക്കുന്നത്. ഞാനിപ്പോ മാറില്ല. അതാ അവർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാ സ്ഥിതികൾ. എല്ലാം കവറായി തോന്നുന്നു. ശരിക്കും കാട്ടിൽ തീറ്റയില്ല, അത് തന്നെയാണ് പ്രധാന പ്രശ്നം. നല്ല മുളങ്കാടായിരുന്നു സാർ ഇത് മുഴുവൻ. പക്ഷെ ഇനിയിപ്പോ ഇത്രയും മൃഗങ്ങൾ കൂടിയ സ്ഥിതിക്ക് മുളങ്കാട് വെച്ചുപിടിപ്പിക്കും. മുളങ്കാട് സംരക്ഷിച്ചുകൊണ്ട് വെച്ചുപിടിപ്പിക്കുന്നത് എന്തെങ്കിലും വഴിയുണ്ടോ അതിന്? നിറയുണ്ട്. അതായത് ഇവര് ഒറ്റ കാര്യം ചെയ്യുന്നു, ഒരു ഹെക്ടർ അല്ലെ 100 ഹെക്ടർ സ്ഥലം എന്ന് കൂട്ടാം. ഇവർക്ക് എന്തായാലും പൈസ എവിടെയും കുത്തി കഴിക്കുന്നുണ്ടോ. 100 ഹെക്ടർ സ്ഥലം എന്ന് പറയുമ്പോൾ 247 ഹെക്ടർ ഉണ്ട്. അത് ഇവര് സംരക്ഷിക്കുക. എന്നിട്ട് അതിന് ഇറ്റാച്ചി ഉപയോഗിച്ച് ഈ അലമ്പ് ചെടിയില്ലേ, അത് വേനൽക്കാലത്ത് കിള്ളിക്കളിയ വേണമെങ്കിൽ തന്നെ പ്രവർത്തനം അല്ല, കത്തിച്ചാൽ മാത്രം അത് പോവില്ല. അതിന് ഇറ്റാച്ചി കൊണ്ട് പൊക്കണം. പൊക്കി അവിടെ തന്നെ കുഴി കുത്തിയിട്ട് ഇതുപോലത്തെ ചെടികളൊക്കെ നടാം. വിട്ട് ഞാനിപ്പൂനൊക്കെ നടാൻ ഒരു ശരിക്കും ഒരു താഴ്ചയിൽ ഞാനിപ്പൂൻ കുത്തിയിട്ട് വെച്ചാൽ ഒരു 4-5 വർഷം ഇവർക്ക് തന്നെ തിന്നാനുണ്ടാവും. അതുപോലെ പേര വെക്കാം, ചക്ക വെക്കാം. ഇതൊക്കെ ഈ സാധനത്ത് വളരും. ഒരു 3 വർഷം അടുപ്പിച്ച് സംരക്ഷിക്കുക. ഫെൻസിങ്ങിട്ടോട്ടെ ഇവർ അങ്ങനെ സംരക്ഷിച്ചിട്ട് ഈ സാധനം വിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇത് നല്ലൊരു രീതിയായിരുന്നു. ആ സമയം കൊണ്ട് 3 വർഷം കൊണ്ട് തകർക്കട്ടെ. 3 വർഷം കഴിഞ്ഞാണല്ലോ നമ്മൾ തകർക്കുന്നല്ല, അത് ചക്ക വരുന്നതാണ് ഈ തകർക്കുന്നത്. പിടിക്കാൻ പറ്റില്ല. അപ്പേക്ക് നമുക്ക് ഈ മുളയിൽ ഡെവലപ്പ് ആക്കാൻ പറ്റും. അല്ലാണ്ട് ഇതിന് തീറ്റ ചെടി പോക്കില്ല.
ആയിക്കോട്ടെ കഴിഞ്ഞില്ലേ ചായ ഓക്കെ. ചായ വെച്ചിട്ടുണ്ട്.